Motorola ഇന്ത്യയിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് Motorola G9 Power എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ Moto G9 Power എന്ന ഫോൺ എങ്ങനെയുണ്ട്, ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടോ, ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടൈറ്റിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഫോൺ നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്നും കൂടെ അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുൾ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് Moto G9 പവറിൻ്റെ ബിൽഡും ഡിസൈനും ഡിസ്പ്ലേയും നോക്കാം. ബിൽഡിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനൊന്നുമില്ല. ഇതിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് ലഭിക്കുന്നത്. ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മൾ Moto E7 പ്ലസിലും ഇതേപോലത്തെ ഒരു ബിൽഡ് കണ്ടാണ്, Moto G9ലും ഇതേപോലത്തെ ഒരു ബിൽഡ് കണ്ടാണ്. എടുത്ത് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിൽഡിനെ കുറിച്ച്. ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ക്യാമറ അറേ ലഭിക്കുന്നുണ്ട്. ഒരു 4 ഹോളുള്ള ഒരു ക്യാമറ അറയാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്കതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 4ാമത്തെ ഹോള് ഒരു ഫ്ലാഷിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. 2 കളർ വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്, ഇലക്ട്രിക് വയലറ്റും മെറ്റാലിക് സേജും. ബാക്കിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ലഭിക്കുന്നത്. മോട്ടോയുടെ ലോഗോയും ആ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ Moto G9 5Gയിൽ കണ്ട പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു പഞ്ച് ഹോളുള്ള ഒരു ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒരു 6.8 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിലൊരു ഡൗൺ സൈഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. HD+ 12,000 രൂപയുടെ ഫോൺ നമുക്ക് എങ്ങനെയാണ് ഒരു HD+ ഡിസ്പ്ലേ കൊടുക്കാൻ സാധിക്കുക മോട്ടോയ്ക്ക്, അതും ഇത്രയും വലിയൊരു സ്ക്രീൻ ആകുമ്പോൾ. 6.8 ഇഞ്ച് റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ നമുക്ക് ഒരു എന്താ പറയുക HD+ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളത് ദഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഫോൺ സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ ഒരു റീസൺ അത് തന്നെയാണ്. ഈ ഒരു വിലയ്ക്ക് HD+ LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് എന്ന് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെക്സിൻ്റെ കാര്യമാണ്. സ്പെക്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസറാണ്. നമ്മൾ Realme 7iയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നമ്മൾ Realme 7i സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ ഒരു റീസൺ പറഞ്ഞത് Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസർ യൂസ് ചെയ്യുന്നു എന്നത് ഒരു കാരണം കൊണ്ടാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ലഭിക്കുന്ന ബാക്കിയുള്ള ഫോണുകൾ മീഡിയാടെക്കിൻ്റെ G സീരീസിലെ G80 ആവട്ടെ, G85 ആവട്ടെ, G90T ആവട്ടെ, Realme 6i നമുക്ക് G90T കിട്ടുന്നുണ്ട്. അതൊക്കെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പ്രൊസറാണ് Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസർ. നമുക്ക് Snapdragon 665 വെച്ചിട്ടുള്ള ഫോണുകൾ വേറെ ഉണ്ട്. Snapdragon 665 എന്ന് പറയുന്നത് Snapdragon 662 ആയിട്ട് ഏറെക്കുറെ ഒരേ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. അത് നമുക്ക് 8,500 രൂപയ്ക്ക് Realme Narzo 20Aയിൽ കിട്ടുന്നുണ്ട്. അപ്പോഴാണ് 12,000 രൂപയ്ക്ക് ഇവിടെ Snapdragon 662 കൊടുക്കുന്നത്. അതും പോട്ടെ, മോട്ടോയുടെ തന്നെ Moto G9ൽ യൂസ് ചെയ്തിരിക്കുന്നത് Snapdragon 662 തന്നെയാണ്. അതിൻ്റെ വില 10,000 രൂപയാണ്. അപ്പോൾ എങ്ങനെയാണ് 2,000 രൂപ കൂടുതൽ ഉള്ള ഫോണിൽ നമുക്ക് ഇങ്ങനെ ഒരു Snapdragon 662നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു മേജർ വീക്ക് പോയിന്റ് തന്നെയാണ് Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസർ. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ബാക്കിയുള്ള ഫോണുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ ഒരിക്കലും എടുക്കാൻ പറ്റില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ. ഒരൊറ്റ വേരിയൻ്റാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള സിംഗിൾ വേരിയൻറ്റ്. നമുക്ക് ക്യാമറയുടെ കാര്യത്തിലോട്ട് എടുക്കാം. ക്യാമറയുടെ കാര്യത്തിലാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മോട്ടോ എടുത്തു പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 64 മെഗാപിക്സലിൻ്റെ സാംസങ് ISOCELL GW1 എന്ന് പറഞ്ഞ സെൻസറാണ്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ കാര്യത്തിൽ കിടിലം ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. മോട്ടോയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ E7 പവറിലൊക്കെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് 48 മെഗാപിക്സലിൻ്റെ സെൻസറാണ് യൂസ് ചെയ്തത് എന്ന് തന്നെയായിരുന്നു അതിലെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. അതുപോലെ തന്നെ ഒരു സെല്ലിംഗ് പോയിന്റാണ്, അതായത് മേജർ ഒരു മെയിൻ സെല്ലിംഗ് പോയിന്റ് ഈ ഒരു ഫോണിൻ്റെ എന്ന് പറഞ്ഞാൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് തരക്കേടില്ലാത്ത ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും Moto G9 Power എന്ന് പറഞ്ഞ ഫോൺ. പക്ഷേ നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ പറയാണ്ട്, അത് സെക്കൻഡറി ക്യാമറാസിൻ്റെ കാര്യം നോക്കുമ്പോഴാണ്. സെക്കൻഡറി ക്യാമറാസിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 മെഗാപിക്സലിൻ്റെ സെൻസേഴ്സ് മാത്രമാണ് ലഭിക്കുന്നത്. നമുക്ക് അൾട്രാ വൈഡ് സെൻസർ ലഭിക്കുന്നില്ല. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്ന് നമുക്കിതിന് എടുത്ത് പറയാൻ പറ്റില്ല. ഒരു സിംഗിൾ ക്യാമറ ആയിട്ട് കണ്ടാൽ മതി. 64 മെഗാപിക്സൽ ക്യാമറ ഉള്ളപ്പോൾ മാക്രോ സെൻസറിൻ്റെ യൂസ് അത്രയ്ക്കും വരുന്നില്ല. ഒരു സാധാ ഷോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ക്രോപ്പ് ചെയ്താൽ തന്നെ ഈ 2 മെഗാപിക്സൽ സെൻസറിനെക്കാട്ടിലും ബെറ്റർ ഔട്ട്പുട്ട്സ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇതേപോലെ ഒരു 2 മെഗാപിക്സൽ സെൻസർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നുമില്ല. അതിന് പകരം ഒരു നല്ലൊരു അൾട്രാ വൈഡ് സെൻസർ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു യൂസബിൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരുന്നു. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഒരു 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അതും ആ പഞ്ച് ഹോളിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കാം. 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. Moto G9 Power എന്ന ഫോണിൻ്റെ മെയിൻ ഫീച്ചറും അത് തന്നെയാണ്. 64 മെഗാപിക്സലിൻ്റെ ക്യാമറയുണ്ട്, 6000 mAh ബാറ്ററി ഉണ്ട് എന്നാണ്. 6000 mAh ബാറ്ററിയുടെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മിസലേനിയസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്, സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് കോട്ടിങ് ലഭിക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും ഒരു
നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അടുത്ത് പറയാനുള്ളത് അതെന്ന് വെച്ചാൽ നമുക്കിതിൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. മോട്ടോയുടെ സാധാ സ്കിൻ തന്നെയാണ് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 1 അല്ല, പകരം നമുക്ക് മോട്ടോയുടെ സ്റ്റോക്ക് പോലത്തെ യും മോട്ടോയുടെ കുറച്ച് മോട്ടോ ആക്ഷൻസ് അങ്ങനെയുള്ള മോട്ടോയുടെ ചെറിയ കസ്റ്റമൈസേഷൻസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു ചോയ്സ് മോട്ടോ G9 പവർ നല്ലൊരു ചോയ്സ് തന്നെയാണ്. മോട്ടോ G9 പവർ എടുക്കണം എന്ന് കൂടിയില്ല, മോട്ടോ G9 തന്നെ എടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വിലയുടെ കാര്യത്തിലോട്ട് എടുക്കാം. ഒരൊറ്റ വേരിയൻ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. മോട്ടോ G9 പവറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 11,999 രൂപയാണ്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ വരുന്നത് ഡിസംബർ 15-നാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ വില കണ്ടിട്ട് നമുക്ക് ഈ ഫോണിൽ ഈ ഒരു വിലയ്ക്കുള്ള സാധനങ്ങളൊന്നും ശരിക്കും ഇല്ല എന്ന് പറയണം. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഫോൺ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് HD+ ഡിസ്പ്ലേ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. അതിൽ HD+ ഡിസ്പ്ലേ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതാണ് ആദ്യത്തെ ഒരു റീസൺ. അടുത്തത് സ്നാപ്ഡ്രാഗൺ 662 ഈ ഒരു സെഗ്മെൻറ്റിൽ ഒട്ടും പോരാ എന്ന് പറഞ്ഞാൽ ഒട്ടും പോരാ. നമുക്കൊരു ഗെയിം കളിക്കാൻ പോലും ഈ ഒരു പ്രൊസസ്സർ കൊണ്ട് ശരിക്കും പറ്റില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിയൽമി 6 ഒക്കെ 10,000 രൂപയ്ക്ക് വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൻ്റെ സെയിലിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോൺ നമുക്ക് എങ്ങനെയാണ് 12,000 രൂപയ്ക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? പിന്നെയുള്ളത് നമുക്കിതിൽ അൾട്രാ വൈഡ് ക്യാമറ ഇത് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. 64 എന്നൊക്കെ പേരിനുണ്ടെങ്കിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള ഫോണുകൾ 48 ലഭിക്കുന്നുണ്ട്. ആ 48 തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ സെറ്റപ്പ് നമുക്ക് റിയൽമി നാർസോ 20 ലഭിക്കുന്നുണ്ട്, റെഡ്മി നോട്ട് 9 ലഭിക്കുന്നുണ്ട്. അതിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ പ്രൊസസ്സർ ലഭിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിയൽമി 7 നമുക്കിത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെ ലഭിക്കുന്നുണ്ട്. അതിനും നമ്മൾ പറഞ്ഞത് ഇതേപോലെ ഈ സ്നാപ്ഡ്രാഗൺ 662 ലഭിക്കുന്നുണ്ട്, HD+ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ടാണ് നമ്മൾ അത് സജസ്റ്റ് ചെയ്യാതിരുന്നത്. അതേ റീസൺ തന്നെയാണ് നമുക്ക് മോട്ടോ G9 പവർ സജസ്റ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം. പക്ഷേ മോട്ടോ G9 പവർ എടുക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്, അതും കൂടെ പറയാം. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ മോട്ടോ G9 പവർ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അടുത്തത് 6000 mAh ബാറ്ററി ഉണ്ട് എന്ന് തന്നെയാണ്. 6000 mAh ബാറ്ററി, ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ബാറ്ററി വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും മോട്ടോ G9 പവർ. പക്ഷേ ബാറ്ററിക്ക് വേണ്ടി മാത്രമാണ്, 6000 mAh ബാറ്ററിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ഫോൺ നോക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. വേറെ ഓപ്ഷൻസ് ഉണ്ട്. റെഡ്മി 9 പവർ വരാനിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 662 തന്നെയാണ്, പക്ഷേ എന്നിരുന്നാലും 12,000 രൂപ എത്തില്ല എന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിയൽമി നാർസോ 20 എടുക്കുക. അതിൽ നമുക്ക് 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ലഭിക്കുന്നുണ്ട്. അതിന് ഇത്രയും വില ആവില്ല, 10,500 രൂപയെ ആവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോട്ടോ G9 പവറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് മോട്ടോ G9 പവർ സജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയും ഈ മോട്ടോ G9 പവറിനെയും പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടെ താഴെ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മോട്ടോ G9 പവറിൻ്റെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.